ഇപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് കോട്ടയത്ത് തത്സമയ സംപ്രേഷണം. അവർ പറയുന്ന വ്യക്തി പറയുന്നത് അദ്ദേഹം മാത്രമാണോ ഇതിൽ പ്രതി? എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരിക്കാം, പക്ഷെ യഥാർത്ഥ പ്രതികൾ മറ്റെവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ കയ്യിൽ ആയുധം കൊടുത്തുകൊണ്ട് അയച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരെയാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അക്രമം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ പറയട്ടെ. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഷുഹൈബിൻ്റെ കൊലപാതകം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതാണ്. വാടക കൊലകാരുടെ കയ്യിൽ ആയുധം കൊടുക്കുന്ന ആൾ ആണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി. യഥാർത്ഥ ഗൂഢാലോചനക്കാർ അവരാണ്. അവരിലേക്കാണ് അന്വേഷണം ചെന്നു പതിയേണ്ടത്. സത്യത്തിൽ ഞാൻ പറയട്ടെ, ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനൊക്കെ തന്നെ അറിയാം. ആ ഉന്നതരായ നേതാക്കന്മാരിലേക്ക് അന്വേഷണം ചെന്ന് പതിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും അന്നേ സംശയമുണ്ടായിരുന്നില്ല, ഇന്നും സംശയമുണ്ടായിട്ടില്ല. പിന്നെ ചന്ദ്രശേഖരൻ്റെ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഇരട്ട കൊലപാതകമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊലപാതകത്തിന് വിധേയമായിട്ടുള്ള ശരത്തിൻ്റെ പിതാവ് സത്യനാരായണൻ ഇന്നൊരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഉദുമ MLA ഇതിൽ പങ്കിടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാ ചാനലുകളിൽ നോക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഉദുമ MLA പങ്കിടുന്ന കാര്യം. അപ്പോൾ തന്നെ ഗൂഢാലോചന എവിടെയാണ് നിൽക്കുന്നതെന്ന കാര്യം നമുക്കെല്ലാം തന്നെ അറിയാം. ഇതിലൊക്കെ തന്നെ പുറമെ ഞാനിപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയുണ്ടായി. ഞാനത് കൺഫേം ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അദ്ദേഹം കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ശബ്ദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ചിതയിൽ വെക്കാൻ പോലും നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല. ആ തരത്തിൽ അദ്ദേഹം വെല്ലുവിളി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രോശിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നത്. ദേവി ചെയ്ത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ആയുധം താഴെ വയ്ക്കോ. അങ്ങൊരു ഭീരുവായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അക്രമത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് വന്നത്. ധീരനാണെങ്കിൽ നിങ്ങൾ ആശയമാണ് ആയുധമായിട്ട് എടുക്കേണ്ടത്. പക്ഷെ അങ്ങ് ഭീരുവായതുകൊണ്ടും കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ച നേതാവ്, ആദ്യം നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിലെ മുഖ്യപ്രതി എന്ന രൂപത്തിലൊക്കെ തന്നെ അങ്ങയുടെ ആ പഴയ പഠിച്ച ശീലം അങ്ങേക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അങ്ങ് ഉപേക്ഷിക്കണമെന്നാണ് കേരളീയ പൊതുസമൂഹം പറയുന്നത്. ഏതായാലും ഈ ഇരട്ട കൊലപാതകം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണ് തുറപ്പിക്കാൻ, അടഞ്ഞ കാതുകൾ തുറപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തെ അത്രയേറെ ഉലച്ച അവിടെയൊക്കെ മനസ്സുകളിൽ അത്രയേറെ വേദനയും വിഹ്വലയും ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിട്ടാണ് ഈ കൊലപാതകത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഞങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നടത്താൻ വേണ്ടി ഉന്നതരായ ഈ നാട്ടിലൊരു അഭിഭാഷക സംഘത്തെ തന്നെ ഞങ്ങൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അവരോട് ഈ കേസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പെരിയ ഇരട്ട കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിലേക്ക് വരണം. കൊലയാളികളുടെ കൈകളിൽ കൊലക്കത്തി കൊടുത്ത നേതാക്കന്മാർ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. പെരിയ ഇരട്ട കൊലപാതകത്തിന് മുൻപുള്ള CPM നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടിയിരിക്കുന്നു.